നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകമുണ്ടാകും. UDF സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന തുടങ്ങിയെങ്കിലും ഭിന്നതയും തർക്കങ്ങളും തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ നേതൃത്വത്തിൽ LDF യോഗം ചേർന്നു. പ്രചാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകമുണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായൊരു വിജയമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല അവിടുത്തെ ജനങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ചുങ്കത്തറയിൽ നിന്നാണ് ഇന്നത്തെ പ്രചാരണം തുടങ്ങിയത്. സ്ഥാനാർത്ഥിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ PV അൻവർ ഇന്നും അധിക്ഷേപം തുടർന്നു. എല്ലാ ദിവസവും മറുപടി പറയാൻ ഇല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, 2 വാചകം പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ വാക്കല്ല, അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തീരുമാനമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. സാമുദായിക നേതാക്കളെ കണ്ട് UDF സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.